പാലക്കാട്ടിലെ അത്തിപ്പാറ എന്ന മലയുടെ പിന്നിൽ ഒരു സുന്ദരമായ പൂന്തോട്ടമുണ്ടായിരുന്നു. അവിടെ വിവിധ നിറങ്ങളിലെ പൂക്കളും ചെടികളാലും നല്ല സുന്ദരമായിരുന്നു ആ തോട്ടം. അതുകൊണ്ട് തന്നെ ഒത്തിരി ചെറുപ്രാണികൾ അവിടെ വസിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഒരു പുൽച്ചാടിയും ഉണ്ടായിരുന്നു. മഹാമടിയനും അലസനുമായിരുന്നു അവൻ. ഒരു ദിവസം അവൻ അതുവഴി സഞ്ചരിച്ചപ്പോഴാണ് കുറച്ച് ഉറുമ്പുംകൂട്ടങ്ങൾ നിരനിരയായി അവർ ശേഖരിച്ച ഭക്ഷണങ്ങളുമായി നടന്നു പോകുന്നത് കണ്ടത്. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും ഇത്രയും പണിയെടുക്കുന്നത്? നിങ്ങൾക്ക് വിശ്രമം വേണ്ടേ? കൂട്ടുകാരാ, ഞങ്ങൾ ഇപ്പോൾ വിശ്രമിക്കാണ്ട് പണിയെടുത്താൽ വർദ്ധിക്കാലം വരുമ്പോൾ ഞങ്ങൾക്ക് വിശ്രമിക്കാം. അപ്പോൾ പുൽച്ചാടി അവരുടെ അടുത്ത് പറഞ്ഞു, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. നിങ്ങൾ മണ്ടന്മാരാണ്, നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പാട്ടും പാടി തേനീച്ചക്കൂടിൻ്റെ അടുത്തേക്ക് പോയി. തേനീച്ചക്കൂടിൽ അവർ പൂക്കളിൽ നിന്നും ശേഖരിച്ച തേനുകൾ അവരുടെ കൂടുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ പുൽച്ചാടി അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കിട്ടുന്ന ഭക്ഷണമെല്ലാം അപ്പോൾ തന്നെ തിന്നും കുടിച്ചും തീർക്കണം? എന്തിനാണ് ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നത്? ചെങ്ങാതി, വർദ്ധിക്കാലം വരുമ്പോൾ ഇപ്പോൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന തേനുകളെല്ലാം ഉപയോഗമാവും. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഇതെല്ലാം തേനുകള്ളന്മാർ വന്ന് കട്ടണ്ടും പോകും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോയി. അവൻ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു തേനീച്ച ഉറുമ്പിനോട് ചോദിച്ചു, ചെങ്ങാതിമാരെ, അവൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ആ, കേട്ടു. ഇതൊക്കെ കേട്ടു നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് പോയി. പിന്നെ നല്ല കാലം മാറി വർദ്ധിക്കാലം വന്നു. അപ്പോൾ ആ പുൽച്ചാടി വീണ്ടും അവിടേക്ക് വന്നു. പക്ഷേ അവൻ ആദ്യം വന്ന പോലെയല്ല രണ്ടാമത് വന്നത്. വളരെ വിശന്ന് അവശനായിരുന്നു. അങ്ങനെ അവർ തേനീച്ചക്കൂട്ടങ്ങളെ കണ്ടു. അവർ വളരെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പുൽച്ചാടിക്ക് വളരെ സന്തോഷവും സമാധാനവുമായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം ചോദിക്കാമല്ലോ എന്നോർത്ത്. അങ്ങനെ അവൻ തേനീച്ചക്കൂട്ടങ്ങളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? അപ്പോൾ ഒരു തേനീച്ച പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് സുഖം തന്നെ. പക്ഷേ നീ ഇപ്പോൾ എന്തിനാണ് ഞങ്ങളെ തേടി ഇവിടേക്ക് വന്നത്? അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഒരുപാട് നേരമായി ഞാൻ വിശന്നിരിക്കുന്നു. എനിക്ക് ആരും ഒന്നും ഭക്ഷിക്കാൻ തരുന്നില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു തരി ഭക്ഷണം പോലുമില്ല. അപ്പോൾ എനിക്ക് നിൻ്റെ കയ്യിൽ നിന്ന് ഒരിത്തിരി ഭക്ഷണം കടമായിട്ട് തരുമോ? അവനോട് ചോദിച്ചു. അപ്പോൾ തന്നെ അവിടെ വേറൊരു തേനീച്ച വന്ന് പറഞ്ഞു, ഞങ്ങൾ കഷ്ടപ്പെട്ട് ശേഖരിച്ച് വെച്ചിരിക്കുന്ന തേനുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ തേനീച്ചകളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഉറുമ്പും കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടെ നിരനിരയായി പോയിക്കൊണ്ടിരിക്കുന്ന ഉറുമ്പിൻ്റെ അടുത്ത് ചോദിച്ചു, ചെങ്ങാതിമാരെ, ഞാൻ വിശന്ന് അവശനായിരിക്കുകയാണ്. എനിക്കിത്തിരി ഭക്ഷണം തരുമോ? അപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു, തരാം. നിന്റെ ഈ അവസ്ഥ കണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ നിനക്ക് ഭക്ഷണം തരുന്നത്. ഇനിയെങ്കിലും നീ ഈ അവസ്ഥ മനസ്സിലാക്കണം. കേട്ടോ പുൽച്ചാടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ശേഖരിച്ചതിൽ നിന്നും ഒരു ഇത്തിരി ഭക്ഷണം പുൽച്ചാടിക്ക് കൊടുത്തു. കൂട്ടുകാരെ, നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ അഹങ്കാരവും അലസതയും ഇല്ലാണ്ട് ജീവിക്കണം. പുൽച്ചാടിയുടെ അഹങ്കാരവും അലസതയും കൊണ്ടാണ് അവന് അവസാനം ആ അവസ്ഥ വന്നത്.